അപ്പോൾ ഇൻട്രോയിൽ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബാക്ക്വേർഡ് കിടക്കുകയാണ്. കുറേ ബാക്ക്വേർഡ് ഔട്ടാണ് യോഗ ആൻഡ് കെമിസ്ട്രി പഠിക്കാതെ നമുക്ക് A+ അല്ലെങ്കിൽ A-ഗ്രേഡിലെത്താൻ പറ്റുമോ? ജസ്റ്റ് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ്. കാരണം 2024, 2025, ഈ 2026 മോഡല് അത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും എത്ര മാർക്കാണ്? ഈ 3 വർഷങ്ങളിലും മിനിമം 20 മാർക്കിനോ അല്ലെങ്കിൽ 19 മാർക്കിനോ ആ റേഞ്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു ഹോൾ നമുക്കുണ്ട്. ഒന്നാമത്തത്, നമുക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1 തൊട്ട് 5 വരെയുള്ള ചോദ്യങ്ങൾ എഴുതാൻ പറഞ്ഞ് 4 ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നല്ല വരുന്നത്. ഒരെണ്ണം അതിൻ്റെ അകത്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് വരുന്നു. അപ്പം ആ ബാക്കിയുള്ള 4 അറിയാമെങ്കിൽ നമുക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ചോദ്യം വിടാൻ പറ്റും. ഇപ്പോൾ 2024 തന്നെയാണെങ്കിൽ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം അത് ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രി, അതായത് ഹൈഡ്രോ കാർബൺസും മറ്റേ അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, മറന്നു. ആ 2 ചാപ്റ്റേഴ്സും പഠിക്കാതെ പോയ ഒരു കുട്ടിക്കാണെങ്കിൽ ആ ഒരു ചോദ്യം എഴുതാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ 2 മാർക്കിൻ്റെ സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 ചോദ്യങ്ങളാണ് വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് മാത്രം 3 ചോദ്യങ്ങൾ. ബാക്കിയുള്ള 8 ചോദ്യങ്ങളാണ് ആ സെഷൻ എഴുതേണ്ടത്. അതിൽ മൊത്തം 10 ചോദ്യങ്ങളാണുള്ളത്. 8 ചോദ്യങ്ങൾ എഴുതണം. അതിനകത്തെ 3 ഓർഗാനിക് കെമിസ്ട്രിയുമാണ്. 7 ബാക്കിയുള്ള ചാപ്റ്ററിനെ എല്ലാം അറിഞ്ഞ കുട്ടിക്കാണെങ്കിൽ സുഖമായിട്ട് എഴുതാം. ബാക്കി 3 ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ എഴുതാൻ പറ്റിയില്ല, വിട്ടു. പിന്നെ 3 മാർക്കിൻ്റെ സെഷനെ വന്ന 3 ചോദ്യങ്ങളാണ് 2024 ചോദിച്ചത്. അതും ചോയ്സ് ആയിരുന്നു. അതായത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അറിയാവുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ എഴുതി കഴിഞ്ഞാൽ മതി, ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ട് ഉപയോഗിക്കുക വേണ്ട, അത് വിടാം. 4 മാർക്കിൻ്റെ ഇതിനകത്ത് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതും നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി വിടാം. ഇനി 2025 വരുന്ന ടൈമിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന്. 2 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ, അതിനകത്തെ 7 നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നല്ലാത്ത ചോദ്യങ്ങളുണ്ട്. അത് വെച്ച് എഴുതാം. എന്തായാലും കമ്പൾസറി ആയിട്ട് ഒരു ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് 2 മാർക്കിൻ്റെ സെഷനിൽ. അതറിയത്തില്ല, വിട്ടു. 3 മാർക്കിൻ്റെ അകത്ത് 2024 പോലെ തന്നെ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാതെ തന്നെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആക്കാം. 4 മാർക്കിൻ്റെയും ഒരെണ്ണമേ ചോദിച്ചുള്ളൂ. 2026 ഈ വർഷം നടന്ന മോഡൽ പരീക്ഷയിലും ഇതേപോലെ തന്നെ പാറ്റേണിൽ വന്നിരുന്ന 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, 2 മാർക്കിൻ്റെ 3 ചോദ്യം, ഒരെണ്ണം എന്തായാലും 2 മാർക്കിൻ്റെ സെഷനിൽ നിന്ന് കമ്പൾസറി ആയിട്ട് എടുത്തത്. കാരണം 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ അകത്തൊന്നും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള എല്ലാം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 3 വർഷത്തെ ഈ ഒരു പാറ്റേൺ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം ഒരേ രീതിയിലാണ് വന്നേക്കുന്നത്. അതായത് 20, 19 മാർക്ക് റേഞ്ച്, 2 മാർക്കിൻ്റെ എപ്പോഴും ഒരു 3 ചോദ്യങ്ങൾ, 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഇതെപ്പോഴും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് മസ്റ്റായിട്ടൊരെണ്ണം എടുക്കേണ്ടത്. ബാക്കിയുള്ള 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളിൽ ഓർഗാനിക് കെമിസ്ട്രി വന്നാൽ കൂടി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ, അത് നല്ല കൃത്യമായിട്ട് ബേസുള്ള ഒരാൾക്കാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി വിടാം. ഇനി 2 മാർക്കിൻ്റെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതെ പോയ, പക്ഷെ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ്. ഇപ്പോൾ 9 ചാപ്റ്റേഴ്സ് എന്നതല്ലേ കെമിസ്ട്രിയിൽ,
അപ്പം ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് എനിക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ചോദ്യം പോലും വിടാതെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലി 60-ൽ നിന്ന് 2 മാർക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ പോയാൽ ബാക്കി 58 മാർക്ക് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞേ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതെ പോയാലും നമുക്ക് A+ നേടാം. പക്ഷേ അവിടെ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 7 പാഠങ്ങളിൽ കൃത്യമായിട്ടുള്ള ബേസ് വേണം. ഒരു പക്ഷേ ഇനിയും അതിലെ ഈ 7 പാഠങ്ങളിലെ ചോദ്യങ്ങളിൽ ടഫായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു. അതുകൊണ്ട് അധികം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി തീരെ അറിയാത്ത ഒരാളാണ്, ഒട്ടും അറിയത്തില്ല, ഇനി പഠിക്കാൻ സമയമില്ല, എനിക്കിനി വയ്യ എന്നുള്ള ആളാണെങ്കിൽ ബാക്കിയുള്ള എളുപ്പമുള്ള 7 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്, അതായത് നോമൻക്ലേച്ചർ, ഈറേൻ്റെ കൺഫോർമേഷൻസ്, പിന്നെ ഒരു പേര് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം, പിന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പേര് എങ്ങനെയാണ് എഴുതേണ്ടത്, അതെങ്ങനെയാണ്, അതൊക്കെ, പിന്നെ റിയാക്ഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റുകളുണ്ടല്ലോ, മറ്റേ റീസൊണൻസ് എഫക്റ്റ്, അങ്ങനത്തെ സംഭവമൊക്കെ, അതൊക്കെ നന്നായി ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലെക്ക് വേണം. ലെക്ക് ഉണ്ടെങ്കിൽ പിന്നെ A+ കിട്ടാൻ ചാൻസ് ഉണ്ട് വിത്തൗട്ട് ഓർഗാനിക് കെമിസ്ട്രി. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ വരുമോ ഇല്ലയോന്ന്. ഞാൻ ഈ പാസ്റ്റ് 3 ഇയേഴ്സിന് അടുത്ത് നോക്കിയപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് ടൈമില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി അധികം നിങ്ങൾ നോക്കാതെ പ്രയോറിറ്റി കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു നിങ്ങൾക്ക് ഒരു മിനിമം എങ്കിലും സെക്യൂർ ചെയ്യാൻ പറ്റും, അതോടൊപ്പമാണ്. അത്യാവശ്യം എല്ലാം അറിയാവുന്നതാണെങ്കിൽ. അപ്പം ഇത്രേ ഉള്ളൂ. ഇനിയും ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അത് റിപ്പീറ്റഡായിട്ട് വരുന്ന ചോദ്യങ്ങൾ, മെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയ, ആ സംഭവത്തിൻ്റെയൊക്കെ വീഡിയോ സെറ്റാക്കുന്നുണ്ട്. സമയമെങ്കിൽ സെറ്റാക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം. നിങ്ങൾ, ഞാൻ പറയുന്നത്, ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ പ്രിപ്പറേഷനകത്ത് ചെയ്യാൻ പറ്റിയ കാര്യം, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും മാക്സിമം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടുന്ന് കിട്ടാൻ പറ്റുന്ന അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഫസ്റ്റ് തിയറി ലിസ്റ്റ് ഒന്ന് നോക്കി എല്ലാത്തിൻ്റെയും സെറ്റാക്കി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം അത്രയാണ് പ്രിപ്പറേഷൻ്റെ പറയാനുള്ളത്. എല്ലാവർക്കും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.